ശരി, ഞാൻ കഴിക്കാത്തോണ്ട് താൻ ഇനി പട്ടിണിക്കിരിക്കണ്ട. ചെന്നെടുത്ത് വയ്ക്കാം, ഞാൻ വരാം. അപ്പ എന്റെ വാക്കിന് വിലയുണ്ടല്ലേ? ദേ, ഇനി ഇവിടെ താങ്ങിയും തൂങ്ങിയും ഓരോന്ന് ആലോചിച്ച് നിൽക്കാതെ വാ അങ്ങോട്ട്. ഞാൻ വരാടോ, താൻ ചെല്ല്. ദേ കോള്. ദേ ഇത് അലീന ഡോക്ടറാണല്ലോ. ഞാൻ തിരിച്ചു വിളിച്ചോളാം. അതെന്താ കോൾ എടുക്കാത്തത്? അവർക്ക് എന്തെങ്കിലും അത്യാവശ്യ കാര്യം ചോദിക്കാനോ പറയാനോ ആയിരിക്കില്ലേ? ഈ സമയത്ത് എന്താ അത്യാവശ്യം? പിന്നെ വിളിക്കാം. താൻ വാ, നമുക്ക് പോയി കഴിക്കാം. മമ്മി ഇനി വെയിറ്റ് ചെയ്യണ്ട. അപ്പോ ഡോക്ടറെ വന്നിട്ട് തിരിച്ചു വിളിക്കാന്നോ? ഓ, അതെന്തെങ്കിലും ചെയ്യാം. താനൊന്ന് വാ. മുരളിയോ? വാ വാ. എന്തു പറ്റി? മാള് വിളിച്ചിരുന്നോ? ഹേയ് ഇല്ല, ഞാനൊരു ക്ലയന്റിനെ കാണാൻ പോയിട്ട് വരുന്ന വഴി ഒന്ന് കേറിയെന്നേ ഉള്ളൂ. എന്താ ടീച്ചറെ, അവൾക്ക് എന്തെങ്കിലും കുഴപ്പം? ഏയ്, എന്തു കുഴപ്പം? ഇന്ന് ജോബിനുമായിട്ട് അങ്ങോട്ട് വരുന്ന കാര്യം സംസാരിക്കുന്ന കേട്ടു. അതുകൊണ്ട് ഞാൻ ചോദിച്ചതേ ഉള്ളൂ. ത്രേസ്യാമ്മച്ചി പോയില്ലായിരുന്നോ? ഓ, പോകാൻ സമയമാകുമ്പോഴല്ലേ പോകാൻ പറ്റൂ. അല്ലാണ്ട് നമ്മൾ ധൃതി വെച്ചിട്ട് വല്ല കാര്യമുണ്ടോ കണ്ട്രാക്കേ? അല്ല, സാർ എന്നാത്തിനാ വന്നത്? കൊച്ചിനെ കാണാനാന്നോ അതോ ആരെങ്കിലും എന്തെങ്കിലും തന്നു വിട്ടിട്ടുള്ള വരവാന്നോ? ദേ, പറയുമ്പോ കോൺട്രാക്ടിന് വല്ല ബുദ്ധിമുട്ടൊന്നും തോന്നരുത് കേട്ടോ. മാളുവിന്റെ മുത്തശ്ശി ചെയ്തത് ഒടയ തമ്പുരാന് പോലും നിരക്കാത്ത കാര്യമല്ലയോ? കൂടോത്രവും കൈവശമെന്നൊക്കെ എന്റെ ഈ പ്രായത്തിനിടയ്ക്ക് ഞാൻ കേട്ടിട്ടേ ഉള്ളൂ. അത് കൺമുന്നിൽ കാണുന്നത് ദേ ഇന്ദിരാമ്മ ഇവിടെ വന്നപ്പോഴാ. അമ്മച്ചി, അത് കൂടോത്രം കൈവശം ഒന്നും അല്ല. മാളുവിന് വേണ്ടി എവിടുന്നോ ജപിച്ചോണ്ട് വന്ന ചരടാ അവളുടെ ദോഷം മാറാൻ. നീ ഇനി എത്ര വെള്ള പൂശാൻ ശ്രമിച്ചാലും അവരിവിടെ അതുമായിട്ട് വന്നത് നല്ല കാര്യത്തിനൊന്നും അല്ലാന്ന് എനിക്ക് ഉറപ്പാ. മുരളി ഇരിക്കെ. മുരളി ഇതൊന്നും കാര്യമാക്കണ്ട കേട്ടോ. രണ്ടുപേർക്കും വയസ്സുകാലത്ത് വേറെ ഭാരിച്ച ഉത്തരവാദിത്വം ഒന്നും ഇല്ലല്ലോ. അതുകൊണ്ട് ആവശ്യമില്ലാത്ത ഇത്തരം കാര്യങ്ങളിലായിരിക്കും ശ്രദ്ധ. ഇന്ദിരാമ്മ മാളുവിന്റെ മനസ്സ് മാറ്റിയെടുക്കാൻ എന്തോ കൂടോത്രം ചെയ്തു എന്നൊക്കെയാ അന്ന് മുതല് അമ്മച്ചി ഇവിടെ പറഞ്ഞു നടക്കുന്നത്. അതിന്റെ പേരില് ഞങ്ങളും അമ്മ അവിടെ കുറെ വഴക്ക് പറഞ്ഞു. അമ്മ ഇപ്പോ ഞങ്ങളോട് പിണങ്ങി നടക്കുക. അയ്യോ, അതിന്റെ പേരില് ഇന്ദിരാമ്മയെ നിങ്ങൾ വഴക്ക് പറയണ്ടായിരുന്നു. അതിനാരെ അമ്മ വഴക്ക് പറഞ്ഞു? അമ്മ ഉദ്ദേശിച്ച കാര്യം നടക്കാത്തതിന്റെ ദേഷ്യം, അത്രേ ഉള്ളൂ. പിന്നെ വീട്ടിൽ നിന്ന് മാറി നിൽക്കാൻ അമ്മയ്ക്കൊരു കാരണം വേണമല്ലോ, അതിന്റെ ആവും. ഇപ്പൊ വന്നേ ഉള്ളൂ. പിന്നെ എന്തൊക്കെയാ വിശേഷം? എന്ത് വിശേഷം? മുത്തശ്ശിയുടെ പിണക്കൊക്കെ മാറിയോ? ഇല്ല, ഞാൻ ടീച്ചറിനോട് ആ കാര്യത്തെ പറ്റി സംസാരിച്ചോണ്ടിരിക്കുകയായിരുന്നു. ആള് സുശീലാന്റിയുടെ വീട്ടിലുണ്ട്. 2-3 ദിവസം കഴിയുമ്പോൾ ഇങ്ങ് പോരും. ഇന്ന് മാളു പറഞ്ഞതേ ഉള്ളൂ അങ്ങോട്ട് വരുന്ന കാര്യം. അപ്പോഴേക്കും അച്ഛനിങ്ങ എത്തിയല്ലോ. നിങ്ങൾ സംസാരിക്കേ, ഞാൻ ചായ എടുക്കാം. മോളുവാ, ഞാൻ ചോദിക്കട്ടെ. മോൾക്കിവിടെ മറ്റു കുഴപ്പങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ? എന്ത് കുഴപ്പം? അച്ഛനെന്താ അങ്ങനെ ചോദിച്ചേ? ഹേയ്, ഒന്നുമില്ല, ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. എനിക്ക് മനസ്സിലായി. മുത്തശ്ശി വന്നതിന്റെ പേരില് ഇവിടെ ഉള്ളവർക്ക് എന്നോട് വല്ല ദേഷ്യം ഉണ്ടെന്നല്ലേ അച്ഛൻ ചോദിച്ചത്? അതെ, അതിന്റെ പേര് ത്രേസ്യാമ്മച്ചി എന്നെ വഴക്കൊന്നും പറഞ്ഞില്ലല്ലോ അല്ലേ? അങ്ങനൊന്നുമില്ല അച്ഛാ. ത്രേസ്യാമ്മച്ചി എന്നെ വഴക്ക് പറയാൻ ഡോക്ടർ ആന്റി സമ്മതിക്കുന്ന അച്ഛന് തോന്നുന്നുണ്ടോ? അവരെന്തൊക്കെയോ കുറെ പറഞ്ഞു. മുത്തശ്ശി കൂടോത്രം ചെയ്താണെന്നോ അങ്ങനെ എന്തൊക്കെയോ. ആന്റിയും ഡോക്ടറൊക്കെ അത് തമാശയായിട്ടാ എടുത്തത്. ജോബിനെന്ത് പറയുന്നു? ഡോക്ടർ പോവാൻ റെഡിയാവുക. ഇന്ന് വൈകിട്ട് ഫ്രീ ആവാൻ പറ്റെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് വരാനിരിക്കായിരുന്നു. എന്തു പറ്റി? ഞങ്ങൾക്ക് അങ്ങോട്ട് വരുന്നത് എന്തെങ്കിലും കാരണം വേണോ അച്ഛാ? അച്ഛനമ്മയും കണ്ടിട്ട് കുറച്ച് ദിവസം ആയല്ലോ എന്ന് വിചാരിച്ചു. അല്ല, മുത്തശ്ശി സീരിയസ് ആയിട്ട് പിണങ്ങിപ്പോയതാണോ? ഹേയ്, ഒന്നുമല്ലെന്നേ. സുശീലാന്റിക്ക് വയ്യാതിരിക്കല്ലേ,
അവിടെ പോയി കുറച്ച് ദിവസം നിൽക്കണം. അപ്പോഴാ ഇങ്ങനൊരു പ്രശ്നം വീണ് കിട്ടിയത്. എങ്കിൽ ഇതിന്റെ പേരിൽ തന്റെ പ്രതിഷേധവും രേഖപ്പെടുത്താം, അവിടെ പോയി കുറച്ച് ദിവസം നിൽക്കുകയും ചെയ്യാം. അത്രേ ഉള്ളൂ. ഈ മുത്തശ്ശിയുടെ ഒരു കാര്യം ശരിക്കും പറഞ്ഞ ഇവരെ രണ്ടുപേരെയും ഒരു വീട്ടിൽ ഒരുമിച്ച് താമസിപ്പിക്കണം. എങ്കിൽ വൻ കോമഡി ആയിരിക്കും. ആ അങ്കിളെ എത്തി. ദേ ഇപ്പോ വന്നതേ ഉള്ളൂ. ജോബിന് പോകാൻ നേരമായോ? ആ ഇന്ന് കുറച്ച് നേരത്തെ ഇറങ്ങണം അങ്കിൾ. വൈകിട്ട് ചിലപ്പോ ഞങ്ങൾ അങ്ങോട്ട് വന്നേക്കും. അതിനെന്താ, മാളു പറഞ്ഞിരുന്നു. പിന്നെ എന്തൊക്കെയാ അങ്കിളെ വിശേഷം? എന്ത് വിശേഷം? മുത്തശ്ശി പിണങ്ങിപ്പോയതാ ലേറ്റസ്റ്റ് വിശേഷം. ഇവിടെ ത്രേസ്യാമ്മച്ചയും അങ്ങനെ ഒന്ന് പിണക്കി വിടാൻ ഞങ്ങളൊരു വഴി ആലോചിച്ചോണ്ടിരിക്കുക അല്ലേ മാളു? ഞങ്ങളല്ല, ഡോക്ടർ. ഓ അങ്കിള് ഇപ്പൊ ഇറങ്ങുന്നുണ്ടോ? ഉവ്, ഒരു ക്ലയന്റിനെ കണ്ട് മടങ്ങുന്ന വഴി ഞാൻ ജസ്റ്റ് ഒന്ന് കയറിയെന്നേ ഉള്ളൂ. വൈകിട്ടപ്പം നിങ്ങൾ നേരത്തെ എത്തില്ലേ? ഫ്രീ ആവണമെങ്കിൽ ഉറപ്പായിട്ടും വരും. എന്ന് വെച്ച് ഞങ്ങളെ പ്രതീക്ഷിച്ചിരിക്കേണ്ടെന്ന് ആന്റിയോട് പറയണം കേട്ടോ. അതെന്താടാ, ഒരു ദിവസം കുറച്ച് നേരത്തെ ഇറങ്ങിയ എന്താ നിനക്ക് കുഴപ്പം? ഇന്ന് നീയും മാളും കൂടി അവിടെ പോയി നിൽക്ക. ഒന്നാമത് ഇന്ദിരാമ്മ അവിടെ ഇല്ലാത്തതല്ലേ. നോക്കട്ടെ അങ്കിൾ, ഫ്രീ ആവാൻ പറ്റുവാണെങ്കിൽ ഉറപ്പായിട്ടും ഞങ്ങൾ വരും. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. മാളു ഞാൻ ഇറങ്ങാണേ. അപ്പൊ വൈകിട്ട് ഫ്രീ ആവുന്നവര് മറക്കണ്ട. ഞാൻ വിളിക്കാം. അതെ, അലീന ഡോക്ടറെ വിളിക്കുന്നവര് മറക്കല്ലേ. ഇല്ലില്ല, എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ വിളിച്ചോളാം. ആരാ ഈ അലീന ഡോക്ടർ? ഡോക്ടറിന്റെ ഫ്രണ്ടാ, നമ്മുടെ സ്റ്റെല്ല ഡോക്ടറിന്റെ ജൂനിയറാ. എന്നെ കഴിഞ്ഞ പ്രാവശ്യം ആ ഡോക്ടറാ നോക്കിയത്. രണ്ടുപേരും നല്ല കൂട്ടാ. എന്നോടും ഭയങ്കര കാര്യമായിരുന്നു. എന്നാ പിന്നെ ഞാനും ഇറങ്ങാൻ പോണേ. ഓഫീസിൽ ചെന്നിട്ട് ഒന്ന് രണ്ടിടത്ത് പോകാനുണ്ട്. അപ്പോ നിങ്ങൾ വൈകിട്ട് വരുമല്ലോ അല്ലേ? അങ്ങനെ ഉറപ്പിച്ചു പറയാൻ പറ്റില്ല അച്ഛാ. ഇപ്പൊ തന്നെ പറഞ്ഞിട്ട് പോയത് കേട്ടില്ലേ. ഹോസ്പിറ്റലിലേക്ക് ചെന്നു കഴിഞ്ഞാൽ പിന്നെ അവൻ ഇവിടെയുള്ളവരുടെ കാര്യങ്ങളെല്ലാം മറക്കുമല്ലോ. അതല്ലേ സ്വഭാവം. മുരളി വിഷമിക്കണ്ട. ഏതായാലും ഇന്ന് അവൻ വാക്കു മാറ്റില്ല എന്ന് തോന്നുന്നു. അല്പം ലേറ്റ് ആയാലും ഞാൻ ഇവരെ അങ്ങോട്ട് പറഞ്ഞു വിടാം. ശരി, ആയിക്കോട്ടെ. ഞാനും ഇറങ്ങാൻ പോണേ. വരുന്നുണ്ടെങ്കിൽ ഞാൻ അമ്മയെ വിളിച്ച് പറയാ അച്ഛാ. അല്ല, ഞാൻ കുടിക്കാൻ എടുത്തു വെച്ചിരിക്ക. വാ വാ. അപ്പോ എന്താ നീ ഒന്നും മിണ്ടാത്തെ? ഞാനെന്ത് മിണ്ടാനാടോ? വിപിയുടെ തീരുമാനം കേട്ടിട്ട് നിനക്കെന്ത് തോന്നുന്നു? ഞാനിപ്പോ എന്താ പറയേണ്ടതപ്പോ? ശുദ്ധ അസംബന്ധാണ് വിപി അങ്കിളി കാണിക്കുന്നത്. മറ്റൊരു കുട്ടിയെ ദത്തെടുക്കാന്ന് പറഞ്ഞാ അതെങ്ങനെ ശരിയാവും? അതെന്താ ശരിയാവാത്തെ? ഒരു കുഞ്ഞിനെ കൂടി സംരക്ഷിക്കാനുള്ള കഴിവോ ആസ്തിയൊക്കെ ഇപ്പോഴും വിപിക്കുണ്ടല്ലോ. എന്നുവെച്ച് ഇങ്ങനൊരു തീരുമാനം? മാളു, പെൺകുഞ്ഞിനെ വേണോന്നുള്ളത് വിപിയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നല്ലോ. എന്റെ കാര്യത്തിൽ ഞാൻ ഇങ്ങനൊരു തീരുമാനം എടുത്തതോടെ വിപിക്ക് കടുത്ത മോഹഭംഗവും നിരാശയും ഉണ്ടാവുന്നു. അപ്പോൾ അത് മറികടക്കാൻ വിപി കണ്ടെത്തിയ ആകെ ഒരു പോംവഴി ഇത് മാത്രം: ഒരു കുഞ്ഞിനെ ദത്തെടുക്കൽ. സോ സിമ്പിൾ. നിയമപരമായിട്ടായതുകൊണ്ട് അതിനെല്ലാ സാധ്യതയും ആനുകൂല്യവും വിപിക്കുണ്ടതാണ്. സോ വിപി ഒരു കുഞ്ഞിനെ അഡോപ്റ്റ് ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ലെന്ന് എന്റെ അഭിപ്രായം. നീ ഇപ്പോഴും വിപി അങ്കിളെ ന്യായീകരിക്കുന്ന എന്തിനാപ്പോ? ഇത് നിന്നോടുള്ളൊരു പകപോക്കലോ പ്രതിഷേധിക്കലോ ഒക്കെ ആയിട്ട് എനിക്ക് കാണാൻ കഴിയുന്നുള്ളൂ. അത് നിനക്ക് എന്നോടുള്ള ഇഷ്ടം കൊണ്ട് തോന്നുന്നതാ. വിപി അങ്ങനെ ഒരു തീരുമാനം എടുത്തതിൽ വിപിയുടെ ഭാഗത്തുനിന്ന് ഒരു അന്യായവും എനിക്ക് കാണാൻ കഴിയുന്നില്ല. നീ നോക്കണ്ട, ഞാൻ പറഞ്ഞ സത്യ. ആകെയുള്ള മകൾ സ്വന്തം ഇഷ്ടത്തിനാണായി ജീവിക്കാൻ തീരുമാനിക്കുന്നു. അതിനു പകരം ഭാര്യയുമായി ആലോചിച്ച് വളർത്താൻ ഒരു പെൺകുഞ്ഞിനെ ദത്തെടുക്കുന്നു. അതിൽ എന്തന്യായമാ, എന്തനീതിയാ? അല്ലെങ്കിലും വിപി ന്യായോ യുക്തി നോക്കിയല്ലേ എല്ലാം ചെയ്യൂ. ആർക്കും അതിൽ തെറ്റൊന്നും പറയാൻ പറ്റില്ല. ഗീത ആന്റിയുടെ നിലപാടെന്താ? പാവം, അമ്മയ്ക്ക് എന്ത് നിലപാട്? എന്റെ കാര്യത്തിൽ വാശി പിടിച്ചതുപോലെ ഇക്കാര്യത്തിൽ അത്ര അഡമന്റ് ആവാൻ പറ്റില്ലല്ലോ. പോരാത്തതിന് എന്നെ എന്റെ ഇഷ്ടത്തിന് ജീവിക്കാൻ വിട്ടു എന്നൊരു കാരണവും അമ്മയെ പ്രതിരോധത്തിലാക്കുന്നുണ്ടാവും. എന്നാലും
എനിക്കെന്തോ ഇതൊന്നും ഒട്ടും ഡൈജസ്റ്റ് ആവുന്നില്ല അപ്പു. ഞാൻ പറഞ്ഞില്ല മാളു, അത് നിന്റെ മനസ്സിൽ എനിക്ക് അത്രയ്ക്ക് സ്ഥാനമുള്ളതുണ്ട്. പക്ഷേ ഞാൻ ഇതിനോട് വേഗം പൊരുത്തപ്പെട്ട് കഴിഞ്ഞു എന്നുള്ളതാണ് സത്യം. അപ്പോ നിനക്കിതിൽ തീരെ വിഷമമില്ലെന്നാണോ? ആത്മാർത്ഥമായിട്ട് പറയാപ്പോ. ഞാൻ എന്തിനു വിഷമിക്കണം മാളു? ഒരു വിഷമവുമില്ല. ഇനി വീപ്പയുടെ ഒരു ആഗ്രഹത്തിനും ഞാൻ എതിരെ നിൽക്കില്ല. എന്റെ നിലപാട് ഉറച്ചതാണെന്ന് മനസ്സിലാക്കിയ അമ്മയും പതുക്കെ ആ റിയാലിറ്റിയുമായി പൊരുത്തപ്പെടുള്ളൂ. പിന്നെ എപ്പോഴൊക്കെ ഒരു അനിയത്തി ഉണ്ടായിരുന്നെങ്കിലെന്ന് എന്റെ മനസ്സിൽ മോഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ആഗ്രഹം ഞാൻ എന്റെ മനസ്സിനെ തിരിച്ചറിഞ്ഞിട്ട് മുതലാവാം തോന്നി തുടങ്ങിയത്. ഇപ്പോ അതും സാധിച്ചു കിട്ടുന്നെന്ന് സമാധാനിക്കാലോ. അതുകൊണ്ട് ഞാൻ ഹാപ്പിയാണു. നിനക്കെന്താ, ഞാൻ പറഞ്ഞ വിശ്വാസമായില്ലേ? സത്യമായിട്ട് ഞാൻ ഹാപ്പിയാന്നേ. ആണ് കൊച്ചേ, സത്യമായിട്ടും. സത്യം പറയാലോ അപ്പോ, നിന്റെ ഈ തീരുമാനത്തോട് എനിക്കൊട്ടും യോജിക്കാൻ കഴിയുന്നില്ല. നിനക്കത് ഉൾക്കൊള്ളാൻ കഴിയും. കുറച്ചു ദിവസം കഴിയട്ടെ. ബാ. ഹായ് അലീന, എന്താ ഇവിടെ വെയിറ്റ് ചെയ്യുന്നത്? ഫുഡ് കഴിച്ചോ താൻ? ഇല്ല. എന്തേ? വാങ്ങിത്തരാൻ ഉദ്ദേശമുണ്ടോ? സോറി, ഞാൻ കഴിച്ചു പോയല്ലോ. എന്നാലും കുഴപ്പമില്ല, ഇനി വാങ്ങി തരണമെങ്കിൽ ആവാം. പക്ഷേ കമ്പനിക്ക് ഇരിക്കാൻ പറ്റില്ല. HOD മീറ്റിങ്ങിന് വിളിച്ചിട്ടുണ്ട്. അയ്യോ, നീ ഇത്രയ്ക്കങ്ങ് എളിയവനാവല്ലേ. ജീവിച്ചിരിക്കുമ്പോ തന്നെ നിനക്ക് വിശുദ്ധ പദവി കിട്ടിപ്പോ. അത് ശരി, ഒരു നല്ല കാര്യം പറഞ്ഞപ്പോ എന്നെ കളിയാക്കാണോ? അപ്പൊ അതിനു വേണ്ടിയാണ് താനിവിടെ വെയിറ്റ് ചെയ്തല്ലേ? ജോബിൻ, തമാശകള. എനിക്ക് നിന്നോട് സീരിയസ് ആയിട്ട് സംസാരിക്കാനുണ്ട്. ഇപ്പോഴോ? ഞാൻ പറഞ്ഞില്ല അലീന, ഞാൻ അല്പം തിരക്കില്ല. ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞ് ജോർജ് സാറുമായിട്ട് മീറ്റിംഗ് ഉണ്ട്. എനിക്കറിയാം നീ ഇത് തന്നെ പറയുമെന്ന്. അലക്കൊഴിഞ്ഞിട്ട് പള്ളി പോവാൻ നേരമില്ലെന്ന് പറയുന്ന പോലെയാ നിന്റെ തിരക്ക്. ഈ തിരക്ക് എന്നുമുണ്ടോ അതോ ഞാൻ ഇവിടെ ജോയിൻ ചെയ്തതിന് ശേഷമുള്ള പ്രതിഭാസമാണോ? അലീന, എന്താ താനിങ്ങനെ? കാര്യം പറഞ്ഞാൽ തനിക്ക് മനസ്സിലാവില്ലേ? നീ കാര്യം പറയാതെ തന്നെ എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് സാറേ. നീ എന്നെ ശരിക്കും അവോയ്ഡ് ചെയ്യുന്നുണ്ട്. അത് മനഃപൂർവ്വമല്ലെന്ന് വിശ്വസിക്കാൻ മാത്രം മണ്ടിയൊന്നും അല്ല ഞാൻ. അതിന്റെ കാരണം എനിക്ക് ഊഹിക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ കാരണം നിന്റെ ഫാമിലി ലൈഫ് എങ്ങനെ സ്പോയിൽ ആകുമെന്നുള്ള പേടിയാ നിനക്ക്. അതല്ലേ സത്യം? അങ്ങനൊരു പേടി തൽക്കാലം എനിക്കില്ല. നമ്മൾ തമ്മില് നല്ല ഫ്രണ്ട്ഷിപ്പിനപ്പുറം ഒന്നുമില്ലെന്ന് എനിക്കും തനിക്കും അറിയാം. പിന്നെ അങ്ങനൊരു പേടി എനിക്ക് തോന്നേണ്ട ആവശ്യമില്ലല്ലോ. അത് വെറുതെ. പിന്നെന്തിനാ നിന്റെ ഫാദർ ഇൻ ലോയുമായി നിന്ന് സെൽഫി എടുത്തപ്പോ ഓവർ സ്വാതന്ത്ര്യം എടുത്തു എന്ന് പറഞ്ഞ് നീ എന്നെ വഴക്ക് പറഞ്ഞത് പേടിയില്ലാഞ്ഞിട്ടാണോ? ഓ, അതാണ് കാര്യം. അത് പേടിച്ചിട്ടൊന്നുമല്ല. തൻ്റെ ആ പ്രവൃത്തി കണ്ടിട്ട് മുരളി അങ്കിളിന് എന്ത് തോന്നിക്കാണുമെന്ന് വിചാരിച്ചിട്ട് അത്രയും സ്വാതന്ത്ര്യം എടുക്കേണ്ടിയിരുന്നില്ല എന്ന് പറഞ്ഞത്. അതിപ്പോ എൻ്റെ ഫാദറിലോ ആയതുകൊണ്ട് മാത്രമല്ല, അങ്കിളിൻ്റെ സ്ഥാനത്ത് ആർക്കായിരുന്നാലും താൻ അന്ന് കാണിച്ച ആറ്റിറ്റ്യൂഡ് അത്ര ഇഷ്ടപ്പെട്ടൊന്നും വരില്ല. അതിന് ഞാൻ എന്ത് കാണിച്ചു എന്നാ? അങ്ങേരെ നിന്നെയും കൂട്ടി ഒരു സെൽഫി എടുത്തതാണോ ഇത്രയും വലിയ പ്രശ്നമായി പോയത്? സെൽഫി എടുത്തത് പ്രശ്നമാണെന്നല്ല, ആ സമയത്ത് അലീനയുടെ ആറ്റിറ്റ്യൂഡിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. എന്റെ ആറ്റിറ്റ്യൂഡിന് എന്തായിരുന്നു കുഴപ്പം? വേണ്ട, അത് കഴിഞ്ഞ കാര്യമല്ലേ. ഇനിയിപ്പോൾ അതിനെപ്പറ്റി പറഞ്ഞ് നമ്മൾ തമ്മിലൊരു തർക്കം വേണ്ട. നോ, ഞാൻ തർക്കിക്കൊന്നും അല്ല. എങ്കിലും എനിക്കറിയണം ആ സമയത്ത് ഞാൻ എന്താണ് റോങ് ആയിട്ട് ബിഹേവ് ചെയ്തതെന്ന്. അത് പറഞ്ഞിട്ടേ നീ ഇവിടുന്ന് പോവൂ. അലീന, എത്ര വലിയ ഫ്രണ്ട്സ് ആയാലും മറ്റുള്ളവരുടെ പ്രസൻസിൽ ആ സൗഹൃദത്തിന് ചില ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ട്. അല്ലെങ്കിൽ നമ്മളെല്ലാം ഒരേ തരക്കാരോ സെയിം വേവ് ലെങ്ത് ഉള്ളവരോ ആയിരിക്കണം. ആ മനുഷ്യൻ എത്രയൊക്കെ ആയാലും എൻ്റെ ഇൻലോ അല്ലേ. എന്നിൽ നിന്ന് എന്ന പോലെ എൻ്റെ ഫ്രണ്ടിൽ നിന്നും പുള്ളിക്കാരൻ ചില മര്യാദകളൊക്കെ പ്രതീക്ഷിക്കുമല്ലോ. സോ ഞാൻ നിന്റെ അമ്മായി അച്ഛനോട് മര്യാദയില്ലാതെ പെരുമാറി എന്നാണോ നീ പറഞ്ഞു വരുന്നത്? എന്താ അയാൾ നിന്നോട് അങ്ങനെ വല്ല കംപ്ലൈന്റ് ചെയ്തോ? അതോ ഇതിന്റെ പേരിൽ കെട്ടിയോൾ നിന്നോട് ഉടക്കാൻ വന്നോ? എന്തിനാ താനിങ്ങനെ എഴുതാപ്പുറം വായിക്കുന്നത്? അവരാരും എന്നോട് ഒരു കംപ്ലൈന്റിനും വന്നിട്ടില്ല. ഭാവിയിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. അതിന് നീ അങ്ങനെ ഒരു സെൻസ് മാത്രം കണ്ടാൽ മതി. ഓ, സമ്മതിച്ചു. ഇനി അങ്ങനെ ഒരു അബദ്ധം പറ്റാതെ ഞാൻ ശ്രദ്ധിച്ചോളാം സാറേ. ഒരു സെൽഫി എടുത്തതും കുറച്ചൊന്ന് സ്വാതന്ത്ര്യത്തോടെ പെരുമാറിയതും
ഇത്ര വലിയ കുരിശാകുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എന്റെ സാറേ, നിങ്ങളൊക്കെ ഏത് കാലത്താ ജീവിക്കുന്നത്? ഇൻലോസിനെ കാണുമ്പോ തൊഴുതു പിടിച്ച് നിൽക്കുന്ന കാലമൊക്കെ കഴിഞ്ഞു മോനെ. നിനക്ക് നമ്മുടെ സീനിയറായി പഠിച്ച റോബി അറിയോ? ബാംഗ്ലൂർ വെച്ച് അവന്റെ കൊച്ചിന്റെ ബർത്ത്ഡേ പാർട്ടിക്ക് ആടിച്ച് ഓഫായി അവന്റെ വൈഫിന്റെ കൂട്ടുകാരിയെ ഹഗ് ചെയ്തത് അവന്റെ സ്വന്തം അമ്മായിച്ചന്റെ മുന്നിൽ വെച്ചാ. അയാൾ അതൊക്കെ വളരെ ഫണ്ണി ആയിട്ട് എടുത്തുള്ളൂ. എല്ലാരും അയാളെ പോലെ അത്തരം തമാശകൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാവണമെന്നില്ലല്ലോ. സമ്മതിച്ചു. നിന്നോട് തർക്കിക്കാൻ ഞാനില്ല. ഇനി മുതല് ഞാൻ നന്നായിക്കൊള്ളാമേ. അതിന്റെ പേരില് സാർ എന്നെ അവോയ്ഡ് ചെയ്യാതിരുന്നാ മതി. ഓക്കെ അലീന, എന്നാ നമുക്ക് പിന്നെ കാണാം. ഞാൻ ചീഫിനൊന്ന് കാണട്ടെ. ഓക്കെ. വൈകിട്ട് മസ്റ്റ് ആയിട്ട് കാണണം. എനിക്കല്ലാതെയും കുറച്ച് സംസാരിക്കാനുണ്ട്. കണ്ണു വെട്ടിച്ച് മുങ്ങിക്കളയരുത്. ഓക്കെ, കാണാം. ഹലോ ഡെയ്സി. ഗീത എവിടെയാ? വീട്ടിലാണോ അതോ പാർലറിലാണോ? ഞാനിവിടെ പാർലറിലാ ഡെയ്സി. എന്താ വിളിച്ചത്? ഗീത, ഞാനൊരു കാര്യം അറിഞ്ഞു. അത് സത്യമാണോന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാ. വിജയും ഗീതയും കൂടെ ചേർന്ന് ഒരു കുഞ്ഞിനെ അഡോപ്റ്റ് ചെയ്യാൻ പോവാണെന്ന് മാളു പറഞ്ഞു. അത് സത്യമാണോ ഗീത? ഡെയ്സി, അതെന്റെ താല്പര്യമായിരുന്നില്ല. വിപിക്കാണ് ഒരു കുഞ്ഞു വേണമെന്ന് ആഗ്രഹം. ഞാൻ പറയുന്നത് കൊണ്ടൊന്നും തോന്നരുത്. അതിന്റെയൊക്കെ ആവശ്യമുണ്ടോ? തീരുമാനം നിങ്ങളുടേതാ. എന്നാലും ഈ ഒരു അവസരത്തിൽ അതൊരു അനാവശ്യ തീരുമാനമാണെന്നാ എനിക്ക് തോന്നുന്നത്. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും ഡെയ്സി? വിപി അങ്ങനെ ഒരു ഡിസിഷനിൽ എത്തിക്കഴിഞ്ഞു. നിരുത്സാഹപ്പെടുത്താൻ ഞാൻ ആവുന്നതും ശ്രമിച്ചു. പക്ഷേ എന്നാലും അതിന്റെ ആവശ്യമില്ലെന്ന് ഗീതയ്ക്ക് ഉറപ്പിച്ചൊന്ന് പറയാമായിരുന്നു. ഞാൻ പറയാതെ തന്നെ വിപിയുടെ സ്വഭാവം ഡെയ്സിക്ക് അറിയാമല്ലോ. എന്നിട്ട് ഞാൻ മാക്സിമം ശ്രമിച്ചു. പക്ഷേ അപ്പു ഇതറിഞ്ഞോ? ആ, അപ്പുവിനോട് വിപി തന്നെ സൂചിപ്പിച്ചു. എന്നിട്ട് അപ്പുവിന്റെ നിലപാടെന്താ? അപ്പുവിന് സമ്മതക്കുറവൊന്നുമില്ല. വിപിയുടെ ഇഷ്ടം അതാണെങ്കിൽ അത് നടക്കട്ടെ എന്ന ആറ്റിറ്റ്യൂഡില്ല അപ്പു. ഇപ്പൊ എല്ലാവർക്കും അങ്ങനെ തോന്നും. പക്ഷെ ഭാവിയിൽ അതൊക്കെ വലിയ പ്രശ്നങ്ങളിലേക്ക് എത്തിത്തീരും. ഈ കാര്യത്തിൽ താൻ കുറച്ചുകൂടെ ജാഗ്രത കാണിക്കണമെന്നാ എനിക്ക് പറയാനുള്ളത്. നോക്കട്ടെ, ഞാൻ വിജയുമായിട്ടൊന്ന് സംസാരിക്കട്ടെ. അതുകൊണ്ട് വലിയ പ്രയോജനം ഉണ്ടാവും തോന്നുന്നില്ല ഡെയ്സി. ആ, വിജയുടെ സ്വഭാവം വെച്ച് നോക്കുമ്പോ സംസാരിക്കുന്നത് വെറുതെ ആവാനാണ് സാധ്യത. എങ്കിലും ഒരു സുഹൃത്തെന്ന നിലയിൽ ഞാൻ അത്രയെങ്കിലും ചെയ്യണ്ടേ? ഞാൻ വിജയെ ഒന്ന് വിളിക്കുകയോ നേരിൽ കാണുകയോ ചെയ്യാം. വേറെ വിശേഷമൊന്നുമില്ലല്ലോ? ഇല്ല ഡെയ്സി. ശരി ഗീത, വിജയോട് സംസാരിച്ചിട്ട് ഞാൻ അങ്ങോട്ട് വിളിക്കാം. ശരി. നോ ജോബിൻ, ഞാൻ നിന്നെ ഒരിക്കലും കുറ്റപ്പെടുത്തിയതല്ല. പക്ഷെ ഒരുപാട് നാളുകൾക്ക് ശേഷം കണ്ടപ്പോഴും നീ എന്നോട് അല്പമെങ്കിലും സിൻസിയറായിട്ട് പെരുമാറുമെന്ന് വിചാരിച്ചു. പക്ഷെ അങ്ങനെ പ്രതീക്ഷ എനിക്ക് തെറ്റി. സാരല്ല, എപ്പോഴും തെറ്റിപ്പോകുന്നതും തിരുത്തേണ്ടി വരുന്നതും എനിക്കാ. ഇറ്റ്സ് ഓൾ റൈറ്റ്. അലീന, താൻ ഇങ്ങനെ സില്ലി ആവല്ലേ. നീ കരുതുന്ന പോലെ ഞാൻ ഒരിക്കലും നിന്നെ അവോയ്ഡ് ചെയ്യുന്നതല്ല. പിന്നെ പിന്നെ എന്താ ഇപ്പൊ നമുക്കിടയിൽ സംഭവിച്ചത്? ഈ ഹോസ്പിറ്റലിനൊപ്പം എനിക്ക് മറ്റൊരിടത്തുനിന്ന് കോൾ ലെറ്റർ വന്നതാ. പക്ഷെ നീ ഇവിടെ ഉണ്ടല്ലോ എന്നുള്ള വിശ്വാസത്തിലും പ്രതീക്ഷയിലുമാ ഞാൻ ഈ ഹോസ്പിറ്റൽ തിരഞ്ഞെടുത്തത്. പഴയ കാമുകിയായിട്ടെന്ന് കാണണ്ടേ സർ, എന്നാലും നിന്റെ ഒരു നല്ല ഫ്രണ്ടായിട്ട് എന്നെ കണ്ടൂടെ? എന്തും സംസാരിക്കാൻ പറ്റുന്ന, പരസ്പരം എല്ലാം ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല സുഹൃത്ത്. പ്ലീസ് ജോബിൻ, അത്രയെങ്കിലും ദയ നീ എന്നോട് കാണിക്കണം. അലീന, സത്യത്തിൽ നീ പറഞ്ഞതുപോലെ എനിക്കും ആഗ്രഹമുണ്ട്. പക്ഷേ പിന്നെന്താ ഒരു പക്ഷേ?